भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോസ്യോൽപ്രേക്ഷക ആദിമധ്യനിധനേ യോവ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരഃശാസ്തിതാം. യം സമ്പദ്യ ജഹാത്യജാമനുഷൈ സുപ്തകുലായാം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 728 ദിവസം. ശ്രുതിഗീത എന്ന 87 അധ്യായത്തിലെ, ദശമസ്കന്ധം 87 അധ്യായത്തിലെ 9 ഭാഗം 37 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. നയതിതമഗ്ര ആസ ന ഭവിഷ്യതോ നിധനാദനുമിതമന്തരാത്വൈ വിഭാതി മൃഷൈകരസേ അത ഉപമീയത്തെ ദ്രവിണജാതിവികൽപപഥേർ വിതധമനോവിലാസമൃതമിത്യവയന്ത്യബുധാം. യത് ഇദം അഗ്രേ ന ആസ. എന്ത് ഹേതുവായിട്ട് ഇത് സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായില്ല. നിധനാൽ അനു, പ്രളയത്തിന് നിന്ന് അനന്തരം ന ഭവിഷ്യത്, പ്രളയത്തിനു ശേഷം ഉണ്ടാവുകയുമില്ല. ഇത് ഹേതുവായിട്ട് അന്തര, മധ്യത്തിൽ ഏകരസെ, കേവലനായിരിക്കുന്ന അവിടുത്തെയിൽ മൃഷാവിഭാതി, മിഥ്യയായിട്ട് ശോഭിക്കണു. ഇതി അനുമിതം എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതാ ഇതു ഹേതുവായിട്ട് ദ്രവിണജാതി വികൽപപഥൈ, ദ്രവ്യജാതികളുടെ ഭേദങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സമ്പ്രദായം കൊണ്ട് ഉപമിക്കപ്പെടുന്നു. വിതഥ മനോവിലാസം, അസത്യമായിരിക്കുന്ന ആ മനോവിലാസത്തെ ഋതം ഇതി, സത്യമെന്ന് യേ അവയന്തി, ആരാണോ അറിയുന്നത്, തേ അബുധ, അവർ അബുധന്മാരാണ്, അവിദ്വാൻമാരാണ്, വിവരമില്ലാത്തവരാണ്. പ്രപഞ്ചം സത്യമാണെന്ന് കാണിക്കാൻ പ്രമാണവും യുക്തിയുമില്ലെന്ന് നേരത്തെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു. പ്രപഞ്ചം മിഥ്യയാണെന്ന് കാണിക്കാൻ പ്രമാണങ്ങളും, അതാണ് അടുത്തതായിട്ട് പറയുന്നത്. സദേവ സോമ്യേതമഗ്ര ആസീൽ, ഈ പ്രപഞ്ചം സൃഷ്ടിക്ക് മുമ്പേ ബ്രഹ്മമായി തന്നെയിരിക്കുന്നു. ആത്മാവാ ഇതം ഏക ഏവ അഗ്രാസീൽ, സൃഷ്ടിക്ക് മുമ്പ് പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല. ഏകനായ ആത്മാവ്, ആ പരമാത്മാവ് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ഈ ശ്രുതി വാണികളിലൂടെ സൃഷ്ടിക്ക് മുമ്പ് പ്രപഞ്ചമുണ്ടായിരുന്നില്ല, പ്രളയത്തിനു ശേഷം പ്രപഞ്ചം ഉണ്ടാകുകയുമില്ല എന്നറിയാൻ സാധിക്കുന്നു. അപ്പോ ആദിയിലും അവസാനത്തിലും ഇല്ലാത്തത് കൊണ്ട് മധ്യത്തിൽ കേവലാത്മാവായ ഈശ്വരനിൽ ഈ പ്രപഞ്ചം ശോഭിക്കുകയാണ് എന്ന് ഉറപ്പായി. ഇവിടെ നമ്മൾ മുമ്പ് പല ഉദാഹരണങ്ങൾ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കനകവും അതേപോലെ തന്നെ മണ്ണും, സ്വർണവും മണ്ണും. ഈ ദ്രവ്യഭേദങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെടുന്ന, കനകം കൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്വർണം കൊണ്ടുണ്ടാക്കുന്ന കമ്മൽ, മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ഘടം, ഇത് എങ്ങനെയുള്ള പദാർത്ഥങ്ങളെപ്പോലെ എപ്പോഴും കാരണരൂപങ്ങളാണ്. കാര്യങ്ങളായ ഘടശരാവാദികൾ നാമധേയങ്ങളാണ്. അത് വികാരത്തെ കാണിക്കാൻ വേണ്ടിയുള്ള നാമം മാത്രമാണ്. കടകകുണ്ടലാശരാവാദികൾ കാരണമായി ചേർന്നിരിക്കുന്ന മണ്ണും പൊന്നും എപ്പോഴും സത്യമായതുപോലെ ഇവിടെയും കാര്യങ്ങളായ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിങ്ങനെയുള്ള പഞ്ചമഹാഭൂതങ്ങൾ നാമധേയങ്ങളാണ്. അതിന് കാരണമായിരിക്കുന്ന ബ്രഹ്മം മാത്രമാണ് സത്യം. ഇങ്ങനെ പ്രപഞ്ചം മിഥ്യയെന്നും ബ്രഹ്മം സത്യമെന്നും, അല്ലേ? ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നു. അപ്പോ ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഗുരുവിനെ ആശ്രയിച്ച ഭക്തിയോടുകൂടി കാലം കഴിക്കുന്നവരാണ് മനുഷ്യർ. ശരിയായ സത്യപദാർത്ഥത്തെ അറിയാതിരിക്കുമ്പോൾ അതിനെ മറ്റൊരു പദാർത്ഥമെന്ന തെറ്റായ ബോധം കൊണ്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് മിഥ്യ. ഇവിടെ മുയൽക്കൊമ്പ് പോലെ ശൂന്യവും ആത്മാവെന്ന പോലെ സത്യവും അല്ലാത്തതും അജ്ഞാനവിലസിതവുമായ വസ്തുവിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്. ഈ പ്രതീതി വ്യവഹാരാർഹമായിരിക്കും. അതുകൊണ്ട് മിഥ്യാഭൂതമായ നാമരൂപാത്മക ലോകം വ്യവഹാരയോഗ്യം മാത്രമാണ്, നിത്യസത്യമല്ല. അജ്ഞാനം എപ്പോൾ നശിക്കണോ ആ സമയത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ അജ്ഞാനാന്ധകാരം തീരുന്നത് പോലെ സത്യത്തെ അറിയുമ്പോൾ മിഥ്യ ഇല്ലാതെയായിട്ട് തീരുന്നു, മിഥ്യാബോധം ഇല്ലാതെയാവും എന്നാണ്. ഇവിടെ പറയുകയാണ്, മുകുട കുണ്ടല കങ്കണ കിങ്കിണി പരിണതം കനകം പരമാർത്ഥത മഹദഹംകൃതിഘ പ്രമുഖം തഥാ നരഹരേർന്ന പരമാർത്ഥത. കിരീടം, കുണ്ടലം, കങ്കണം, കിങ്കിണി ഇങ്ങനെ പല രൂപങ്ങളായി കാണപ്പെടുന്ന ആഭരണങ്ങൾ വ്യവഹാര ദൃഷ്ടിയിൽ പലതായിട്ട് തോന്നുന്നതല്ലാതെ പരമാർത്ഥ സത്യത്വമില്ല. സ്വർണം മാത്രമാണ് പരമാർത്ഥം. അതേപോലെ മഹദഹംകൃതിഘ പ്രമുഖം തഥാ, മഹത്തത്വം, അഹങ്കാരതത്വം, ഘപ്രമുഖം എന്ന് പറഞ്ഞാൽ ആകാശാദി പഞ്ചമഹാഭൂതങ്ങൾ എന്നിങ്ങനെ ലോകസ്വരൂപമായി കാണുന്നത് മുഴുവൻ വ്യാവഹാരിക സത്യങ്ങൾ മാത്രമാണ്, നിത്യസത്യമല്ല. അതിൻ്റെ ഉൽപ്പത്തി, അതേപോലെ നിലനിൽപ്പ്, ലയം ഇതൊക്കെ തന്നെ നരഹരിയായിരിക്കുന്ന ഭഗവാൻ മാത്രം ആണ് എന്ന് ശ്രീധരാചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തരുന്നു. സയദജയാ ത്വജാമനുഷയീത ഗുണാംശ്ച ജുഷൻ ഭജതി സരൂപതാം തദനു മൃത്യുമപേത ഭഗ ത്വമുത ജഹാസി താമഹിരിവ ത്വചമാത്ത ഭഗോ മഹസി മഹീയശ്രേഷ്ഠ ഗുണിതേ അപരിമേയ ഭഗ. സതു അവനാകട്ടെ, യത് അജയാ അജാം അനുശയീത, ഏത് ഹേതുവായിട്ട്, മായാഹേതുവായിട്ട് അജാം അവിദ്യയെ ആലിംഗനം ചെയ്യും. അത് കാരണം ഗുണങ്ങളെയും അതിനുശേഷം ആ സ്വരൂപതാംശ സമാനമായ രൂപത്തോടു കൂടിയവനാവൂ എന്നുള്ള അവസ്ഥയെയും ജുഷൻ സേവിക്കുന്നവനായി, അപേതഭഗ ആനന്ദരഹിതനായി, മൃത്യും ഭജതി സംസാരത്തിലേക്ക് മൃത്യുവിനെ പ്രാപിക്കുന്നു. ആത്തഭഗ സ്വീകരിക്കപ്പെട്ട ഐശ്വര്യത്തോടു കൂടിയ ത്വം ഉത അവിടുന്നോ, അഹി ത്വചം ഇവ സർപ്പം തോലിനെ എന്നതുപോലെ, താം ആ അജയെ
ജഹാസി ഉപേക്ഷിക്കണു അവിദ്യയെ. അപരിമേയ ഭഗ ഇത്രയുണ്ട് എന്ന് കണക്കാക്കാൻ കഴിയാത്ത ഐശ്വര്യത്തോടു കൂടിയ അവിടുന്ന് അഷ്ടഗുണിതേ മഹസി മഹീയസെ 8 തരത്തിലിരിക്കുന്ന ഐശ്വര്യത്തിൽ പൂജിക്കപ്പെടുന്നു എന്നും അവിടെ പറയുന്നു. നേരത്തെ പറഞ്ഞു ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അങ്ങനെ ഈ ജഗത്തെ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ ചൈതന്യത്തിന് പ്രപഞ്ചത്തോട് എങ്ങനെ ചേരാൻ സാധിക്കും? കാരണം അസത്താണ് പ്രപഞ്ചം. ഇല്ലാത്ത ഒന്നുമായിട്ട് എങ്ങനെ ചേരാൻ സാധിക്കുക? അങ്ങനെ വരുമ്പോൾ ചൈതന്യത്തിന്റെ അംശമായിരിക്കുന്ന ജീവൻ എങ്ങനെ ദുഃഖമുണ്ടാവും? പ്രപഞ്ച സംബന്ധം കൊണ്ടാണ് ജനിമൃതികൾ ജീവൻ ഉണ്ടാവുന്നതെന്നും പ്രപഞ്ചം തന്നെ ഇല്ല എന്ന് വന്നാൽ പിന്നെ എങ്ങനെയാണ് സംസാരബന്ധം ഉണ്ടാവുക? ജീവനെ അപേക്ഷിച്ചിട്ടാണല്ലോ ജീവൻ ബദ്ധനും ഈശ്വരൻ മുക്തനുമായിട്ട് തീരുന്നത്. അങ്ങനെ അഭേദമുണ്ടെങ്കിൽ കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന വേദത്തിന്റെ ആവശ്യം എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഭാഗവതത്തിൽ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്, ദ്വാ സുപർണോ സയുജാ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സ്വാദ്യത്യൻ അസ്നന്യോ അഭിചാകശീതി എന്ന്. 2 പക്ഷികൾ സഖാക്കളെ പോലെ ആശ്രയിച്ചിരിക്കുന്നു. അതിൽ ഒരാൾ ആ മരത്തിന്റെ ഫലം തിന്നുന്നു, മറ്റേയാൾ ഒന്നും ഭക്ഷിക്കണില്ല. എങ്കിലും ആ ഭക്ഷിക്കാത്തവനാണ് എപ്പോഴും സന്തോഷം. ഇവിടെ ജീവേശ്വരന്മാരുടെ സ്വരൂപത്തെയും ഭേദത്തെയും പ്രതിപാദിക്കുകയാണ്. ഇവിടെ ജീവൻ അവിദ്യാസക്തനായി അവിദ്യാകാര്യങ്ങളായിരിക്കുന്ന ദേഹാന്ദ്രിയങ്ങളെ ഒക്കെ താനെ എന്ന് തെറ്റിദ്ധരിച്ച് അവയുടെ ധർമ്മത്തെ തൻ്റേതാണ് എന്ന് കരുതി സ്വരൂപാനന്ദം മറയ്ക്കപ്പെട്ടവനായി ജനനമരണധർമ്മത്തെ പ്രാപിക്കുന്നു. അനന്തഘനമായ ആനന്ദം ഘനീഭവിച്ച ചൈതന്യമാണ് താൻ എന്ന പരമാർത്ഥത്തെ മറക്കുന്നു. അപ്പോ ദേഹേന്ദ്രിയാദികളാണ് താൻ എന്ന് മോഹിക്കുമ്പോ ആ അജ്ഞാനമാകുന്ന കാരണശരീരങ്ങളിൽ നിന്ന് വേറിടാതെ പല ശരീരങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ഇപ്പോ കുലമഹിമ മറന്ന് ബ്രാഹ്മണ കുലത്തിൽ പിറന്നു, എന്നിട്ട് കുലമഹിമ മറന്ന് ചണ്ടാളാദികളുടെ സംഘത്തിൽ ചേർന്ന് അവരുടെ വൃത്തികളെ അനുകരിക്കുന്നത് പോലെയാണ് ആത്മാവ് തൻ്റെ സ്വസ്വരൂപാനന്ദത്തെ മറന്ന് നിജസ്വരൂപത്തെ മറന്ന് ദേഹാദിധർമ്മങ്ങളെ ആശ്രയിക്കുന്നത് എന്ന് പറയുന്നു. ഇപ്പൊ സ്വപ്നം കാണുമ്പോൾ നിദ്ര നശിക്കുന്നത് വരെ സ്വപ്നം നിലനിൽക്കുന്നു. ആ നിദ്രയിൽ നിന്ന് ഉണർന്നാൽ സ്വപ്നമില്ലാതെയായി. സർപ്പം തൻ്റെ തോലിനെ ഉപേക്ഷിക്കുന്നത് പോലെ അവിദ്യയെ അവിടുന്ന് ഭഗവാൻ ഉപേക്ഷിക്കുന്നു. പക്ഷേ ഭഗവാൻ ഒരു കുറവും സംഭവിക്കണില്ല. അതുകൊണ്ടാണ് ഭഗവാൻ സംസാരത്തിൽ നിന്ന് അപ്പുറത്തായി നിൽക്കുന്നത്, സംസാര ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നവനായിട്ട് തീരുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഐശ്വര്യം എത്രയാണ് എന്ന് പറയാൻ സാധിക്കില്ല. അവിടുത്തെ ഭജിക്കുന്നവരെ അണിമ മഹിമ ലഘിമ ഈശിത്വം വശിത്വം പ്രാകാമ്യം പ്രാപ്യം തുടങ്ങിയ ആ അഷ്ടൈശ്വര്യങ്ങൾ ആ താനെ തന്നെ ആശ്രയിക്കുന്നവരും ആ ഭക്തന്മാര് ആ 8 തരത്തിലുള്ള ഐശ്വര്യങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവാനെ പൂജിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ്. നൃത്യന്തി തവ വീക്ഷണാങ്കണഗതാ കാലസ്വഭാവാദിഭിർഭാവാൻ സത്വരജസ്തമോ ഗുണമയാൻ ഉന്മീലയന്തി ബഹുൻ മാമാക്രമ്യ പദാശിരസ്യതി ഭരം സമ്മർദ്ദയന്തി ആതുരം മായാതേ ശരണം ഗതോസ്മി നൃഹരേ ത്വാമേവ താം വാരയാം. ഭഗവാനെ അവിടുത്തെ ആ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടുണ്ടല്ലോ, ആ നോട്ടമാകുന്ന കളിപ്പന്തലിൽ അവിടുത്തെ ശക്തിയായ മായാഭഗവതി കാലം സ്വഭാവം തുടങ്ങിയ വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് തൻ്റെ ദേഹത്തെ അലങ്കരിച്ച് കാണുന്നവരെ മയക്കുന്ന സത്വരജസ്തമോ ഗുണസംബന്ധികളായ പല ഭാവങ്ങളെ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ മനോഹരമായി മായ കളിക്കുമ്പോൾ ആ ഭഗവതി എൻ്റെ ശിരസിലും കയറി താളം വെച്ച് കളിക്കുന്നുണ്ട്, നൃത്തം വെക്കുന്നുണ്ട്. ആ ചവിട്ടടി സഹിക്കാൻ എനിക്ക് സാമർഥ്യമില്ല.
കളി മതിയാക്കൂ, താഴേക്കിറങ്ങൂ, എനിക്ക് വയ്യ എന്നൊക്കെ ഞാൻ പറഞ്ഞാലും കൂട്ടാക്കണില്ല. പക്ഷേ ഭഗവാനെ, ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചു. അങ്ങയുടെ കൽപ്പന കൊണ്ടാണല്ലോ ഈ മായാഭഗവതി എന്റെ ശിരസിൽ വന്ന് നൃത്തം വയ്ക്കണത്. അതുകൊണ്ട് അവിടുന്ന് ഒരു കൽപ്പന കൊടുക്കുക. അവിടുത്തെ കൽപ്പന കേട്ടാൽ ഉടനെ തന്നെ ആ ചവിട്ടടിയിൽ നിന്ന് അടിയന് മോചനം നേടാനായിട്ട് സാധിക്കും. അപ്പൊ ഭഗവാനെ നിലവിളിച്ചുകൊണ്ട്, എല്ലാം മറന്നുകൊണ്ട് ഭഗവാനെ വിളിച്ചാൽ മാത്രമേ ജീവന് രക്ഷ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ശ്രുതിമാത അല്ലെങ്കിൽ ആ വേദമാതാവ്, വേദാഭിമാനികളായ ദേവതകൾ ഭഗവാനെ സ്തുതിക്കുന്നു. യദിന സമുദ്ധരന്തി യതയോ ഹൃദി കാമജടാ ദുരധിഗമോ സതാം ഹൃദി ഗതോ സ്മൃതകണ്ഠമണി അസുതൃപയോഗിനാമുഭയതോപ്യസുഖം ഭഗവന്നനപഗദാന്തകാദനതിരൂഢപദാൽ ഭവത. ഭഗവാനെ, യതികൾ ഹൃദി കാമജട ന സമുദ്ധരന്തി യതി, ഹൃദയത്തിലുള്ള വിഷയങ്ങളുടെ ആശകളുടെ ആ മൂലത്തെ, വേരിനെ, ന സമുദ്ധരന്തി യതി, വേരോടെ പറിച്ചു കളയുന്നില്ലെങ്കിൽ, അസതാം ഹൃദി, അസത്തുക്കൾക്ക് ഹൃദയത്തിൽ ഗത അപി, ചേർന്നവനായിരുന്നാലും, ദുരധിഗമഹ, ദുർലഭനായിരിക്കുന്ന അവിടുന്ന്, തേഷാം അസ്മൃത കണ്ഠമണി, സ്മരിക്കപ്പെടാത്ത കണ്ഠരത്നമായി മാറുന്നു. അസുതൃപയോഗിനാം, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന യോഗികൾക്കോ, ഉഭയത അപി, രണ്ടുപേരിൽ നിന്നും അസുഖം, സുഖമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. എവിടുന്നൊക്കെ? അനപഗതാന്തകാൽ, അകന്നുപോകാത്ത മൃത്യുവിൽ നിന്നും, അനധിരൂഢപദാൽ, അറിയപ്പെടാത്ത പദത്തോടുകൂടിയ ഭവതാച്ച, അങ്ങയിൽ നിന്നും. ഭഗവാനെ ഭജിക്കുന്നവന് മൃത്യുവിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും, മൃത്യുവിനെ അതിക്രമിക്കാൻ സാധിക്കും. മറ്റുള്ള ആളുകളൊക്കെ സംസാരത്തെ പ്രാപിക്കുമ്പോൾ ഇവിടെ ഭഗവത് ഭജനമാർഗങ്ങളെ പ്രാപിച്ചിരിക്കുന്ന ആളുകൾ, അവർ വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്ന ആളുകൾ ഭഗവത് തത്വത്തെ അറിയില്ല. ഇഹത്തിലും പരത്തിലും അവർക്ക് സുഖമില്ല. അവർക്ക് പുനരഭിജനനം, പുനരഭിമരണം എന്നുള്ള രീതിയിൽ ദുഃഖത്തെ തന്നെ അനുഭവിക്കേണ്ടി വരുന്നു. കാമങ്ങൾ ദോഷസ്ഥാനങ്ങളാണെന്നറിയാതെ അത് ഗുണകരമാണ് എന്ന് കരുതി ആരാണോ ഇതിന്റെ പിന്നാലെ പോകുന്നത്, അവർ ചെയ്യുന്ന പുണ്യപാപകർമ്മങ്ങളുടെ ഫലാനുഭവത്തിന് വേണ്ടി അവർക്ക് വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വരും. ആ ജനിമൃതി ജലധിയിൽ നിന്ന് അവർക്ക് കരകയറാനായിട്ട് സാധിക്കില്ല. അപ്പോ ഭഗവാനെ, ഈ വസ്തുക്കളുടെ നിത്യാനിത്യ സ്വഭാവങ്ങളെ ധരിക്കാത്ത ചില സന്യാസിമാര് അജ്ഞാനവാസനകളെ ഹൃദയത്തിൽ ധരിക്കുന്നുവെങ്കിൽ അവർക്ക് അങ്ങയെ കിട്ടില്ല. അങ്ങ് ദുർലഭനാണ്. കഴുത്തിൽ ഒരു രത്നം കിടക്കുന്നുണ്ട്. അവിടെ ആ കണ്ഠരത്നത്തെ അതാണ് പറയുന്നത്, അസ്മൃത കണ്ഠമണി, സ്മരിക്കപ്പെടാത്ത കണ്ഠമണി. കഴുത്തിൽ നല്ലൊരു രത്നം കിടക്കണം, അത് മറന്ന് ആ രത്നത്തെ മനസ്സിലാക്കാതെ, അത് തന്റെ കഴുത്തിലുണ്ട് എന്ന് തിരിച്ചറിയാതെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് രത്നത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, മറ്റു പലയിടത്തും സഞ്ചരിക്കുന്നു. അങ്ങനെ ആ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ കണ്ഠഗതമണി, തൻ്റെ കഴുത്തിലാ മണിയെ കണ്ടുകിട്ടുന്ന ഒരാൾക്ക്, അയാൾക്ക് സത്യത്തിലേതാ ഈ സന്തോഷം അനുഭവിക്കാൻ സാധിക്കാതെ അലഞ്ഞു ദുഃഖിക്കുന്ന ഒരുവനും ഒരു വ്യത്യാസമില്ല എന്നാണ്. സുഖമന്വേഷിച്ച് നടക്കുമ്പോൾ നിത്യസുഖപ്രദനായിരിക്കുന്ന ഭഗവാൻ ഉള്ളിലുണ്ട് എന്നവര് മറക്കണു. ഇത് കഷ്ടമാണെന്നാണ്. ഇന്ദ്രിയപ്രീതി ആഗ്രഹിക്കുന്ന കപടയോഗികൾക്ക് ഇവിടെയും സുഖമില്ല, പരത്തിലും സുഖമില്ല. ദേഹധർമ്മങ്ങളാണ് സ്വധർമ്മങ്ങൾ എന്ന് വിചാരിക്കുന്നു. അവർക്ക് മരണദേവന്റെ ഭയം എപ്പോഴും ഉണ്ട്. പരലോക സുഖം അവർക്കില്ല. പുറമേക്ക് അവർ ഗംഭീരായി രുദ്രാക്ഷ ഇട്ടിട്ടുണ്ട്, കാവി ചുറ്റിയിട്ടുണ്ട്, ഭസ്മം കുറിയിട്ടിട്ടുണ്ട്, കമണ്ടല് പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും അവർ സന്യാസിമാർക്ക് വിധിച്ച മാർഗങ്ങളിൽ സ്ഥിരമായിരിക്കാതെ ധനധാന്യാദികൾക്ക് വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ
അവർക്ക് ഇഹത്തിൽ സുഖം ഉണ്ടാവില്ല, പരത്തിലും സുഖം ഉണ്ടാവില്ല. അപ്പൊ അകത്ത് വിരക്തി വരാതെ പുറത്ത് എന്തു വേഷം കെട്ടിയിട്ടും കാര്യമില്ല. ഈ വേഷം കെട്ട് എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ. സ്വാശ്രമത്തിന് ഉചിതമായ പ്രവൃത്തി ഉപേക്ഷിച്ച് പരധർമ്മത്തെ അംഗീകരിച്ച അവരെ ഭഗവാൻ അറിയുന്നുണ്ട്. ഭഗവാൻ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് പോലും അവരറിയുന്നില്ല. ഈ ദാംഭികന്മാർ അവിടുന്ന് സർവഗതനാണ്, സർവജ്ഞനാണ് എന്ന് പൂർണ്ണമായി അറിയാത്തത് കൊണ്ട് അങ്ങയിൽ നിന്നും അങ്ങവർക്ക് ഭയമുണ്ട്. വേദവാക്കുകളെ അതിക്രമിച്ച് പ്രവർത്തിക്കുന്നവർക്ക് പുണ്യപാപഫലങ്ങൾ ഉള്ളതുകൊണ്ട് പരലോകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അവിടെയും അവർക്ക് ഭയം. അപ്പൊ അതുകൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കണമെന്ന് തുടർച്ചയായി വരുന്ന അജ്ഞാനവാസനകളെ വേരോടെ സമൂലം പിഴുതെറിയാത്ത ആളുകൾക്ക് ആ വാസനകൾ മുഴുവൻ നശിച്ചാൽ സർവകർമ്മങ്ങളും ഭഗവാങ്കൽ സമർപ്പിച്ച് ഭക്തിയോടെ ഇരുന്നില്ലെങ്കിൽ എന്തുണ്ടാവും? അവർക്ക് ജീവിതത്തിൽ എന്നും ദുഃഖം ഉണ്ടാവും. ദംഭന്യാസമിഷേണ വഞ്ചിത ജനം ഭോഗൈക ചിന്താതുരം സമ്മുഹ്യന്തമഹർനിശം വിരചിതോദ്യോഗൈ ക്ലമൈരാകുലം ആജ്ഞാലംഘിനമജ്ഞമജ്ഞ ജനതാ സമ്മാനനാസന്മദം ദീനനാഥ ദയാനിധാന പരമാനന്ദ പ്രഭോ പാഹി മാം. ദീനനാഥ ദയാനിധാന പരമാനന്ദ പ്രഭോ, ദീനന്മാരിലും നാഥന്മാരില്ലാത്തവരിലും പരമദയാലുവായ പരമാനന്ദ സ്വരൂപനായ ഭഗവാനെ അവിടുന്ന് പാഹിമാം, എന്നെ രക്ഷിക്കണേ. ശ്രീധരാചാര്യർ പറയാണ്, ജനങ്ങളെ വഞ്ചിച്ച് അവരിൽ നിന്ന് ധനം വാങ്ങി ദംഭന്യാസമിഷേണ വഞ്ചിത ജനം, എന്നിട്ടോ ഭോഗൈക ചിന്താതുരം, വിഷയസുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള അത്യാഗ്രഹം കൊണ്ട് കപട സന്യാസി വേഷം കെട്ടി അജ്ഞന്മാരായിട്ടുള്ള ജനം ചെയ്യുന്ന നമസ്കാരം, ദക്ഷിണ, ദാനം, ഭിക്ഷാന്നം ഇത് സിദ്ധിക്കുന്നത് കൊണ്ട് താൻ മഹാനാണെന്ന് നടിച്ച് മതിച്ച് ഈ ധനസമ്പാദനത്തിനു വേണ്ടി രാപ്പകലുകൾ കഷ്ടപ്പെടുന്ന ആളുകൾ ആശ്രമവിധിവാക്യങ്ങളെ അതിക്രമിച്ച്, അവിടുത്തെ ആജ്ഞയാണ് ഇതൊക്കെ, അതിനെ അതിക്രമിച്ച് അങ്ങനെ നടക്കുക എന്ന വിചാരം ബാധിക്കാതിരിക്കാൻ, അവിടുത്തെ ഭക്തനാവാൻ ഭഗവാനെ ദീനനാഥ ദയാനിധാന പരമാനന്ദ പ്രഭോ പാഹിമാം, എന്നെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയാണ് നമുക്കവിടെ കേൾക്കാൻ സാധിക്കുന്നത്. ആ ശ്ലോകത്തോടുകൂടി നമുക്ക് ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം. നാളെ 40ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും
വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ.
മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.